Welcome to Mama Missy Talkies. Hello. അപ്പോൾ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്രിസ്മസ്. അപ്പോൾ ഇന്ന് നമുക്ക് ക്രിസ്മസ് വിശേഷങ്ങളും ക്രിസ്മസിൻ്റെ തലേ ദിവസം പുൽക്കൂട് ഉണ്ടാക്കുന്നതും കാര്യങ്ങളും ഒക്കെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ടുള്ള ചെറിയൊരു ഫൺ എലമെൻ്റ് ആയിട്ടൊരു ഗെയിമും പിന്നെ നൈറ്റ് പിക്സും ക്രിസ്മസിൻ്റെ റിലേറ്റഡ് നൈറ്റ് പിക്സും എല്ലാം കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. നമുക്ക് ഇപ്രാവശ്യം പിന്നെ ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല. അച്ഛമ്മ മരിച്ചിരിക്കലും ഒക്കെ ആയതുകൊണ്ട് ആഘോഷങ്ങൾ 1 year ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 1 year കഴിഞ്ഞേക്കണു. അത് കഴിഞ്ഞിട്ട് വന്ന ആഘോഷം ക്രിസ്മസ്. പൊതുവെ നമ്മളിതൊന്നും ആഘോഷിക്കാറില്ലെങ്കിലും ഇപ്രാവശ്യം കുട്ടികൾക്കൊന്നും ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഏട്ടനും പറഞ്ഞു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തുകൂടാ എന്ന് ആലോചിച്ചപ്പോൾ പിന്നെ ഒരുപാട് വീഡിയോസും കണ്ടായിരുന്നു യൂട്യൂബിൽ. ക്രിസ്മസിനെ പറ്റിയുള്ള വീഡിയോസ് ഉണ്ടാക്കണതും അതുപോലെ ആളുകൾ പോണതും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കൽ നടന്നുകൊണ്ടിരിക്കുക. എന്താവുന്നൊരു പിടിയില്ല. ഓക്കെ, നിങ്ങളെ കാണിച്ചു എന്തെങ്കിലും കാണിക്കില്ല. കഷ്ണം ഏത് കഷ്ണം വേണം? മതി എന്നാ ചെയ്യുന്നേ? അച്ഛൻ ടെറസ് ബിൽഡ് ചെയ്യാൻ ഇവിടെ വരെ വന്നിട്ട് പിന്നെ ഇങ്ങനെയല്ലേ, പശുത്തൊഴുത്തല്ലേ. കൃത്യത പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ കണ്ട സ്ഥലമുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ വെയിറ്റ് ആൻഡ് വാച്ച് ഇത് എങ്ങനെ ഇരിക്കുന്നു. ഞങ്ങൾ ഞെട്ടും നിങ്ങൾ ഞെട്ടും നമുക്ക് കണ്ടറിയാം. എല്ലാവരും ഞെട്ടും. പപ്പ ഫുൾ കോൺസെൻട്രേഷനിലാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഫുള്ള് മറ്റേ മഞ്ഞളുണ്ടല്ലോ, മഞ്ഞളുടെ കടയായിരിക്കുന്നത്. അത് ഗ്രോ ബാഗ്സിൽ വെച്ചുള്ള അപ്പോൾ നമുക്ക് നീക്കി വയ്ക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇനിയുണ്ടല്ലോ ദിവസങ്ങൾ. ഒന്നും പറയണ്ട, നല്ല മഴ. പുൽക്കൂടൊക്കെ ഏതാണ്ട് പകുതി ഭാഗമൊക്കെ ഇടിഞ്ഞ് വീണു അവസ്ഥയിലാണ്. പിന്നെ ഞങ്ങൾ വേഗം മൂടിയിട്ടു. ഹലോ, ഇത് കൊടകര പള്ളിയാണ് കേട്ടോ. ഇനി ഇവിടുത്തെ കാഴ്ചകളും ബാക്കി ചുറ്റുമുള്ള വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം. നമുക്കൊന്ന് ചുറ്റി കണ്ടാലോ. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ വ്യൂ. ഇപ്പോൾ ആക്ച്വലി ഞാൻ ക്രിസ്മസ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയത് അങ്ങോട്ട്. പക്ഷേ അതിൻ്റെ ഒരുക്കങ്ങളൊന്നും ആയിട്ടില്ല. ഇന്ന് നൈറ്റിന് ആവുള്ളൂ. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഇന്നർ വ്യൂ കാണിക്കാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. എന്ത് ഭംഗിയിലല്ലേ അത് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടി ക്ലോസറായിട്ട് കണ്ടാലോ. സിസ്റ്റേഴ്സ് ഇപ്പോഴും ഇവിടെ ആൾക്കാരുടെ മുന്നിൽ ഓരോ പരിപാടികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഫ്ലവറിങ്ങും അങ്ങനെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ ഇരുട്ടാന്ന് പറയുമ്പോൾ 6:30 ആ ഒരു സമയമുണ്ട്. അപ്പോൾ ബാബുവേട്ടനും മനോജേട്ടനും കൂടി വന്നിട്ട് ലൈറ്റിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതാണ്ട് പുൽക്കൂടിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വിച്ചുവിനെ വിളിച്ച് കാണിച്ചു കൊടുക്കാം. അവളവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഒന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. 1 2 3 ഇഷ്ടമായി വെച്ചിട്ടാ. 25th ഉച്ച സമയമായി. അപ്പോൾ ആന ചേച്ചിയുടെ നോണില്ലാതെ പിന്നെ എന്ത് ആഘോഷം. അപ്പോൾ കേക്ക് നോണ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ച് ഉച്ചയ്ക്കൊരു പിടി പിടിക്കാം. la da 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 da
ഊരിട ഊരിട. നമ്മളെ കേക്ക് നമുക്ക് കട്ട് ചെയ്ത് അപ്പൊ ഹാപ്പി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. സെലിബ്രേഷൻ കഴിഞ്ഞു, കേക്ക് കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കൊരു ഗെയിമിലേക്ക് പോവാം. ഗെയിം എന്ന് പറയുമ്പോൾ ടങ് ട്വിസ്റ്റർ കളിക്കും. അപ്പോൾ എല്ലാവരും കൂടി ഗ്യാദർ ചെയ്ത് തിന്നേണ്ട അച്ഛനമ്മമാർ, ഏട്ടനച്ഛനമ്മ, എൻ്റെ അച്ഛനമ്മ, അനിയത്തി, മോള്, ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കേണ്ട. അപ്പോൾ എല്ലാവരും കൂടി കളിയും കാര്യങ്ങളൊക്കെ കാണും. ഇവിടെ ആകെ ബഹളമായ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും എഴുതിയിട്ടുണ്ട്, പല പല ടങ് ട്വിസ്റ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് എല്ലാവരും ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. ഒരെണ്ണെടുക്കാൻ 3 പ്രാവശ്യം പറയണം കേട്ടോ. സെയിം തന്നെ 3 പ്രാവശ്യം പറയണം. അടിപൊളി. എന്തൊരു കഥ. കിളി ഉരുളി വാലുരുളി. 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 കിളി ഉരുളി കിളിയുരുളി വാലുരുളി. കിളിയുരുളി വാലുരുളി. കിളിയുരുളി വാലുരുളി. വിച്ചു പറയേണ്ടത് അവ പറയട്ടെ. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. ആ വിച്ചു പറയട്ടെ. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. തച്ചൻ ചത്ത തച്ചു ചുറ്റി ഒരു തച്ചത്തി ചുവട് ചാച്ച തച്ചൻ
തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി അല്ല തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തത്തച്ചി ഒരു തടിച്ചി തച്ചത്തി തടിച്ചി തച്ചത്തി എന്തായാലും പണിഷ്മെന്റ്. അപ്പൊ നമുക്ക് പകരം എന്താണെങ്കിൽ ചെയ്യാം. നമുക്ക് ടാസ്ക് പോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. ആക്ടിങ്ങോ ഡാൻസിങ്ങോ എന്തായാലും എന്തെങ്കിലും പറയും. നിങ്ങൾ പറയുമോ? നിങ്ങള് പനിഷ്മെന്റ് നിങ്ങളല്ലേ ഒരു പാട്ട് പാടിക്കോ. കങ്കാരുമായിട്ട് നടക്കാം. കങ്കാരിന്റെ നടക്കാം. അല്ലെങ്കിൽ ഇപ്പൊ കങ്കാരുണ്ടല്ലോ നടക്കുന്നത്. പിന്നെന്താ പറ്റുക? കരയണം ഉച്ചകള് ശബ്ദം മതി മതി മതി. നെക്സ്റ്റ് ആരാ? വായിച്ചത് ഇതല്ല വായിക്ക് നോക്ക്. എന്താ കിട്ടിയിട്ടുള്ളത് ഈ മടക്കി പിടിച്ചിട്ട് പറഞ്ഞു. ചെറുപയറിന് ചെറുത് ചെറ്റു കിണർ ചെറുത്. ചെറുപയറിന് ചെറുത് ചെറ്റു കിണർ ചെറുത്. ചെറുപയറിന് ചെറുത് ചെറ്റു കിണർ ചെറുത്. ഇനി കുറച്ച് സ്പീഡ് പറഞ്ഞത്. സ്പീഡ് ചെറ്റു കിണർ ചെറുത്. ചെറുപയറിന് ചെറുത് ചെറ്റു കിണർ ചെറുത്. അച്ഛൻ്റെ മുത്തച്ഛനാണത്. അമ്മയുടെ പക്ഷേ എടുത്തിട്ടില്ല കേട്ടോ. അമ്മയുടെ അവിടെ കിട്ടിയിട്ടില്ല. അച്ഛന് ഭാഗ്യത്തിന് വലുതോ. ഒരു റോള് വിട്ടാൽ റോള് ഒരുപാട് മിസ്റ്റേക്സ്. റോഡ് ഉരുളുമോ? പനിഷ്മെന്റ് അത് ശ്രമിക്കുക. ഒന്നര പണിഷ്മെന്റ് ചെയ്യാം. അത് വളരെ ഈസി ആയിട്ട് അപ്പൊ അത് ശരി. അതായത് പരിപാടി പിടിച്ചു.
അപ്പാപ്പനെ വേറെ പരിപാടിയില്ല പറഞ്ഞില്ലല്ലോ പറയാത്ത കാര്യമില്ല. അല്ല ഞങ്ങൾ പറഞ്ഞു ശിവേട്ടന്റെ പണിഷ്മെന്റ് ചെയ്യണമെന്ന്. ശിവേട്ടൻ ചെയ്യാം. നിങ്ങളൊക്കെ തീരുമാനമാണോ? ഭൂരിപക്ഷം അപ്പാപ്പന്റെ പോലെ നടത്തും. അപ്പൊ അവരുടെ അവിടെ നടന്നു വരിക. അപ്പൊ അവരെ നടന്നു വരിക. അവിടെ നിങ്ങൾ വരിക. അപ്പൊ അത് എടുക്കും. വെച്ച നല്ല ഉഷാറായിട്ട് വരും. ആ കുമ്പിട്ട് വരാം. കുറച്ച് സ്പീഡായിക്കോട്ടെ ചേച്ചി ക്യാമറയ്ക്ക് നോക്കണമെന്നില്ല. കമ്പികളൊക്കെ നാലെണ്ണം കാണണ്ടേ? ഒരെണ്ണം വരെ തെറ്റിക്കിടക്കുന്നുണ്ട്. നീണ്ട പാചക അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിര തിന്നരുത് കുതിരെ. തിന്നരുത് കുതിരെ. മോള് പറഞ്ഞത് അരുതരുത് കുതിരെ. തിന്നരുത് കുതിരെ. മുതിരരുത് അതിരിലെ മുതിര തിന്നരുത് കുതിരെ. അരുതരുത് കുതിരെ. മുതിരരുത് കുതിരെ. അതിരിലെ മുതിര തിന്നരുത് കുതിരെ. മുതിരരുത് കുതിര. റെഡി ശരിയാണ് പറയും അതിരരുത് കുതിരെ. ഇംഗ്ലീഷ് അതിരരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരമേൽ അതിരിലെ മുതിര മുതിര തിന്നരുത് കുതിര. അരുതരുത് കുതിരെ മുതിരരുത് കുതിര അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. മുതിരരുത് കുതിര അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. മുതിരരുത് കുതിര അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. മുതിര തിന്നാൻ ഇനി സനു. അരയാലരയാൽ ആലരയാലി പേരലര അരയാലരയാൽ ആലരയാലി പേരലര പേരലര പേരാലരൻ അരയാലരയാൽ ആലരയാലി അർത്ഥം മനസ്സിലാക്കി കൂടെ പെനാൽറ്റി പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു അച്ഛനോ അച്ഛ ഞാൻ ആലോചിച്ചു. പറയാ അയ്യോ അച്ഛൻ പറയരുത്. അരയാൽ 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 ആലരയാലി പേരാലരയാൽ ഊരരയാൽ. നോക്കി തോന്നുന്നു കിട്ടില്ല അങ്ങനെ പറഞ്ഞു. ഡാൻസ് കളിക്കാം. കുതിരേനെ പോലെ ചാടാം. അവിടെ അയ്യോ ചേട്ടനിക്ക് വയ്യ. വേറെ എന്തെങ്കിലും പണിഷ്മെന്റ്
അല്ല വിച്ചോ വേറെ വല്ലതോ വേറെ എനിക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ? punishment പറയാം. അതായത് ഒരു അപ്പുപത്താടി പോലെ ചെറിയിട്ടായിരിക്കും. ആ അല്ലെങ്കിൽ ബട്ടർഫ്ലൈയുടെ പോലെ എന്തെങ്കിലും ചെറുകിട്ടടി എനിക്കിഷ്ടമുള്ള കാണിച്ചോളൂ. നമ്മുടെ ഇഷ്ടം. അത് കേട്ടില്ലേ? അത് കേട്ടില്ലേ? പണിഷ്മെന്റ് നേരെ നടന്നിട്ട് നേരെ അങ്ങോട്ട് പൊക്കോളാം റൂമിലേക്ക്. ഓക്കെ ഇതിപ്പോ അത് മോളല്ലേ മതി മതി. സണ്ണ് വയ്യാത്തോണ്ട് നമ്മൾ കുറച്ചു. ഇനി അടുത്ത റൗണ്ട് തുടങ്ങുക കേട്ടോ. 2 റൗണ്ട് ഉണ്ട്. വെച്ചുട്ട അമ്മേ നോ. ഇതില് ദൃഷ്ടാന്ത്യമന്നനും ധൃതരാഷ്ട്രരും. മന്നനും അല്ലേ ചെയ്തുള്ളത്? ദൃഷ്ടിദ്യുമ്നനും ധൃതരാഷ്ട്രരും. ദൃഷ്ടിദ്യുമ്നൻ ധൃതരാഷ്ട്രരും. ധൃതരാഷ്ട്രം ഒരു 3 പ്രാവശ്യം ആയിക്കോട്ടെ. 3 പ്രാവശ്യം കുറച്ച്. അത് വിളിച്ചു. ഇനി അടുത്തത് വിച്ചുവിനെ എന്താണെന്നറിയോ? വിച്ചു ആന. അതന്നെ അച്ഛാ എടുത്തത് എന്തിനാ വീണ്ടും കൊടുക്കണേ? അല്ല അത് വേണ്ട, അത് വെറുതെ. അലറൽ. ഓക്കേ പറയ്. 3 പ്രാവശ്യം ആയിക്കോട്ടെ. ഇതൊന്നല്ല എഴുതിക്കണേ, ഇത് വേറെ. ഞാൻ ചിട്ടി തരാം. അല്ല മലയാളത്തിലെ രാമായണം പോലെ ചരലുരുളുമ്പോൾ മണലുരുളും, മണലുരുളുമ്പോൾ ചരലുരുളും. എവിടെ എവിടെ എഴുതിയിരുന്നു? അക്ഷരങ്ങൾ നോക്കുന്നില്ല. കൂട്ടിയുള്ള അക്ഷരം ഇംഗ്ലീഷിൽ അല്ലല്ല. അതല്ലമ്മേ, നിങ്ങള് മലയാളികളല്ലേ? അല്ലല്ല മലയാളം നോക്കിട്ട് തന്നെ എഴുതിയിട്ടില്ലേ? അല്ല അതെന്നാന്നറിയോ? മറ്റേതല്ലേ നമ്മളിങ്ങനെ ഇപ്പൊ നിങ്ങളെല്ലാം അങ്ങനെ അങ്ങനെ കൂട്ടി കൂട്ടി എന്തായി വല്ല നടക്കുവോ? ഇതിങ്ങനെയാണ്. ചരലുരുളുമ്പോൾ മണലുരുളും മണലുരുളുള്ള മണലുരുളുമ്പോൾ ചരലുരുളുക. 3 times. ചരലുരുളുമ്പോൾ മണലുരുളുക, മണലുരുളുമ്പോൾ ചരലുരുളുക. ചരലുരുളുമ്പോൾ മണലുരുളുക, മണലുരുളുമ്പോൾ എന്താ വേണ്ടേ പണിഷ്മെന്റ്? ഇനി അമ്മയുടെ ഞാൻ
അയ്യോ എനിക്ക് വീട്ടിലേട്ടാ എനിക്ക് ഒരു പരലുരുളാൻ പരലിനെ എടുത്ത് ഉരുട്ടി ഒരു ഉരലിന്മേൽ വെച്ചാൽ ഉരലുരുളുമോ പരലുരുളുമോ? ഒരു നമ്മളെ ട്രൈ ചെയ്യുമ്പോഴല്ലേ രസം, എളുപ്പമുള്ള രസമല്ലേ? വെച്ചാൽ ഉരലുരുളുമോ? പരലുരുളാൻ പറ്റില്ല ജിതു. ഒരു പരലുരുളാൻ പരലിനെ എടുത്ത് ഉരലിന്മേൽ വെച്ചാൽ പരൽ ഉരുളും. ഉരലുരുളുമോ പരലുരുളുമോ? ഒരു പരലിനെ എടുത്ത് ആ ശരി, അമ്മ തോറ്റു. അമ്മ പഠിച്ചു പട്ടി വരയ്ക്കണ പോലെ ആ അങ്ങനെ. ഉരുളി ഈലൊരു മുറിയിൽ ഒരു മുറിയിൽ ഉരുളിയിലൊരു മുറിയിൽ ലോരു ഒരു കുളിപ്പാല് അറേലൊരു ഉള്ളി ഒരു കുളിപ്പാല് അരമുറിയല്ല, ഒരു മുറി. പിച്ചവിടെ പാട്ടിയിട്ടുണ്ടിരിക്കുകയാണ്. പറയോ അച്ഛൻ, പറയൂ അച്ഛൻ, പറയൂ. ഞാൻ പനിഷ്മെന്റ് ചെയ്തു. അച്ഛൻ ഇഷ്ടപ്പെട്ടിട്ട് അച്ഛനെ പിടിക്കേണ്ടത് കഴിയട്ടെ. അച്ഛന് പണിഷ്മെന്റ് ചെയ്യണില്ലേ? എന്നോട് റൗണ്ട് കഴിഞ്ഞു. ഒരു ട്രെയിൻ ഓടിക്കുന്ന പോലെ ചേട്ടൻ കാണിച്ചാൽ ട്രെയിൻ. അച്ഛന്റെ കുമാരനാശൻ, കുമാരനാശൻ. ചാണ്ടാല ഭിക്ഷുകി പാടച്ച. അച്ഛാ പറയൂ, കവിത പറയൂ. അച്ഛ പാടച്ച. പാടും പാടിച്ചു കേട്ടാ. രണ്ടുപേരും മാരാരി മുറ്റൻ മതിക്കുന്ന കണ്ടു, കമലയോട് കമലമത് കമലമത് കണ്ടു, കല്യാണിമാരും കളിക്കുന്ന കണ്ടു, കമലയോട് കമലമത് കമലമത് കണ്ടു. അടുത്തത് എന്റെ ചാൻസ് ആണ്. ആന അലർലോടലർല ആഗോടിക്കലാണ് ഇവിടെ. അത് ഉടലോട് ഉടലോടലായ കണ്ടെന്തിനാട്ടാവാക. ആ ഇത് അടയും ഒടയും വെച്ചാൽ മതി. ബാക്കിയൊക്കെ അടയും അട മാത്രം മാറ്റി
ഒടലൂടൊടലായി അടലൂടടലായി ഒടലൂടൊടലായി അടലൂടടലായി ഒടലൂടൊടലായി. ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളുമ്പോൾ ഉരുളൂല. മണലുരുളൂല, അതന്നെ അതന്നെ. മണൽ ഉരുളുമ്പോ ചരള ഉരുളില്ലാന്ന്. ചരലുരു അതന്നെ ചരലുരു ആ സനു ആ സനുവാ ചല ചരലുരുളുമ്പോൾ മണലുരുളില്ല, മണലുരുളുമ്പോൾ ചരലുരുളില്ല, പറയോ? ചരലുരുളുമ്പോൾ സനുവാ ഒരു പണിഷ്മെന്റ് ഇതൊക്കെ. ആ ചരലുരുളും ആ കറക്റ്റ് കറക്റ്റ് തന്നെ കറക്റ്റ്. ഉരുളുമ്പോൾ റൈറ്റ് അതന്നെ. അത് കുറച്ച് പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ. ചരലുരുളുമ്പോൾ മണലുരുളില്ല, ആ മണലുരുളുമ്പോ ചരള ഉരുളില്ല. സന പണിഷ്മെന്റ് പോട്ടെടി കൊറേ പോണു. ഇനി പനിഷ്മെന്റ് കൊടുത്തേ പറ്റും. എന്നാ ഒരു പാട്ട് പഠിക്കും സന. ആ എനിക്ക് പറ്റണ ചെയ്തു. ആ എന്നാ പാടണ്ട വേറെ ഇഷ്ടമില്ല എന്തായാലും. ശരി നിങ്ങൾ രണ്ടുപേരും കൂടി കിം കിമ്മിയും പാടണം. അപ്പൊ നമ്മളെല്ലാരും കൂടി പാടാം. എല്ലാരും കൂടി പാടാം. ഡാൻസ് കളിക്കാനല്ലേ പാട്ട് പാടാൻ. അയ്യോ ഡാൻസ് പാടി കളിക്കാൻ പറ്റില്ല ഇപ്പൊ. പാട്ട് പാടാം. അപ്പൊ നമുക്ക് എല്ലാരും കൂടി പറഞ്ഞ വൈൻഡപ്പ് ചെയ്യാം. ഷോ കഴിഞ്ഞു. ആ ഇതോടുകൂടി നമ്മളെ ഷോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. കിം 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 അത്തതെന്ത് മേ 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 മേ. തെറ്റിപ്പാടിയോ പിച്ചു? നമ്മളിത് പ്രാവശ്യം ഇട്ടതാ. ഇനിയിപ്പോ ഇട്ടിട്ടുണ്ടെങ്കിൽ അവര് ഓടിപ്പിക്കും. ആ ശരിയാ. കാന്ത കാന്ത കാതോർത്തു നിൽപ്പു ഞാൻ വരാത്തതെന്ത് കാന്ത തേൻമൊഴി എന്നെ തരുന്നതില്ല കിം 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 വരാത്തതെന്ത് മേ 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 മേ. ബൈ ബൈ ബൈ. Christmas chillaito papa delanda landa. Business pulaito keiko odrino sino. Hey, akuna na vera puka bella kisa sadumo. Kimasiya tola pingi problems inda keilamo. Kula covid to problems e solvivo. Tondi krisa kona science kumba pelti kista. Si duka duka kama kama happy sina sarira. Luka Luka, kama kama, happy Sina, saragera gulaxi. Luka Luka, kama kama, happy Sina, saragera gulaxi. Luka Luka, kama kama, happy Sina, saragera gulaxi.
Christmas chillaito papa delanda landa business pullaito keiko odrino sino hey akuna na vera puka bella kisa sadumo kimasiya tola pingi problems inda keilamo kula covid problems e solvimo 2020 krisa kona science kumba pelti kisi duka duka kama kama happy sina saragira luka luka kama kama happy sina saragira luka luka kama kama happy sina saragira luka luka kama kama happy sina saragira നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചത് ഇവിടെ നടന്ന ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇപ്രാവശ്യം കൊറോണയായിട്ട് ഏതാണ്ട് നമ്മളെല്ലാവരും വളരെ ദുഃഖിതരാണെങ്കിൽ കൂടി ഒരുപാട് നല്ല കാര്യങ്ങളും ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ സിസ്റ്റർക്ക് നീതി കിട്ടിയതിൻ്റെ കാര്യങ്ങൾ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല, പക്ഷേ എങ്കിലും കൂടി അത് നമുക്ക് ഇരട്ടി മധുരം നൽകുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും വീട്ടിൽ അടിച്ച് പൊളിക്കുക. ഇനി അങ്ങോട്ട് നല്ല ദിനങ്ങളാവട്ടെ എന്ന് ആശംസിക്കാം. ഓക്കെ, എന്നാൽ ടാറ്റ ബൈ. ഇവിടെ നമ്മുടെ മോള് ക്രിസ്മസും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഓർക്കുമായി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക. അപ്പോൾ പ്ലീസ് ഡു ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്, ലൈക്ക് എല്ലാം ചെയ്യുക നിങ്ങൾ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ, സീ യു.